ഈ ഒരു ചൂടുകാലത്ത് നോമ്പ് വന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും കൂവപ്പൊടിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് റെഡിയാക്കി നോക്കൂ. പിന്നീട് നിങ്ങൾ കൂവപ്പൊടി വെച്ചിട്ട് ഇതുപോലുള്ള ഡ്രിങ്കുകൾ ഒരു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ടി നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഉണ്ടാക്കുമെന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണ് കൂവപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണത്. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ കൂവപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാനുണ്ട്. സാധാരണ എല്ലാവരും കൂവപ്പൊടിയൊക്കെ എടുത്തിട്ട് കൂവത്തളിയൊക്കെ ഉണ്ടാക്കി ഈ ഒരു ചൂട് കാലത്തും ഇനി നോമ്പ് തുറക്കുന്ന സമയത്തും തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ കുടിക്കാറുണ്ട് അല്ലേ. അത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ഒരു കൂവപ്പൊടി. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ മൂത്രക്കടച്ചിൽ അതുപോലെ തന്നെ യൂറിയൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. അപ്പം ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ എന്താ അറിയോ, നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നും. അപ്പോൾ നമുക്കിതൊരു മെഡിസിനായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്കിനെ കാണണം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഒന്ന് തിളക്കുമ്പോഴേക്കും കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ ഇത് തണുക്കുമ്പോഴേക്കും ഒരു തിക്കായിട്ട് വരും കേട്ടോ. തിക്കായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. ഈ ഒരു അളവിൽ നമ്മൾ പൊടി എടുക്കുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂണോ അതല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ പൊടി എടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരു 6-7 പേർക്കൊക്കെ ഇഷ്ടം പോലെ കുടിക്കാനുള്ള ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ഇത് ഞാനിതാ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ച് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ചൂടായിട്ട് ഇതാ ഈ ഒരു തിക്കിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മളെ മക്കളൊക്കെ ചെറിയ മക്കളടക്കം ഇപ്പം നോമ്പൊക്കെ പിടിച്ചിട്ട് സ്കൂളിലൊക്കെ പോവുക, അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം പ്രയാസമുള്ളൊരു ടൈമും അതിൽ ചൂടും നോമ്പും എല്ലാം കൂടെ ആയിരിക്കുമ്പോൾ അവർക്കൊന്നും നമ്മൾ സാധാരണ കൂവത്തളി ഒന്നും ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടാവൂല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെയാണ് ഇട്ടത്. കുട്ടികൾക്കായാലും ഇനി പ്രായമായ ആളുകൾക്കും വലിയവർക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. പിന്നെയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ വലിയവർ പ്രായമായവരൊന്നും വ്യത്യാസമില്ലാതെ ഇഷ്ടം പോലെ കുടിക്കുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു കാലി വയറ്റിലേക്ക് ചെല്ലുമ്പോൾ പേടിയാണ് അല്ലേ. ഏതൊക്കെ ജ്യൂസുകളായാലും ഇനി പൊരിക്കടിയൊക്കെ ആണെങ്കിലും ഇതാവുമ്പോൾ പിന്നെ ആ ഒരു പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗ്രീൻ ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മല്ലിയിലയും പുതിനയിലയും പിന്നെ അതുപോലെ തന്നെ ലേശം പച്ചമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പച്ചമുന്തിരി ഇട്ട് കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വേറെ ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അത് ചേർത്തെത്തോളി. ഇനിയിപ്പോൾ ഒരു ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു പുതിനയില മാത്രം മതിയാവും നമുക്ക്. ഇനി ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. പാല് കാച്ചിയിട്ടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. പാല് കാച്ചാത്ത പാലുണ്ടാവുമല്ലോ, നമുക്ക് പാക്കറ്റ് പാലൊക്കെ നല്ല കട്ട പാല് കിട്ടണേ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ഡ്രിങ്ക് റെഡിയാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ പാല് നല്ലോണം ഒന്ന് കാച്ചിയതിന് ശേഷം ഒന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് കട്ടപ്പാല് വെച്ചിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ കട്ടന് വേണമെന്നൊന്നുമില്ല, നമുക്ക് എന്താ അറിയോ, ഇത് നല്ലോണം തണുപ്പിച്ചെടുത്താലും മതിയാവുമല്ലോ. തണുപ്പോട് കൂടി കുടിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുറച്ച് കട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഏതായാലും ആ കട്ട തീക്കിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരം ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ മധുരം പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചൊരു നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഹെൽത്തി അല്ല, എന്നാലും നമ്മൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കുറച്ച് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അതിൽ പഞ്ചസാരയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഒരുപാട് മധുരമൊന്നും വേണ്ട, എന്നാലും കുറച്ചായാലും ഒരു മധുരം ചേർക്കും. അത് ഏറ്റവും നല്ലത് നന്നാരി സർബത്താണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ചൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു പഞ്ചസാരൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പാലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്തെടുത്തോളി. ഇനിയിപ്പോൾ പാല് കുറവാണെങ്കിൽ ഒരു ലേശം പാലും ബാക്കിയുള്ളത് വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ചിട്ടൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഏതായാലും ഈ ഒരു അളവിൽ വെച്ചാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം നീട്ടാം. നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ദാഹം കെടുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ കുറേ തിക്കായിട്ടുള്ള ജ്യൂസിനേക്കാളൊക്കെ നല്ലത്, ഏറ്റവും നല്ലത് നല്ല ലൂസായിട്ടുള്ള വെള്ളം പോലെ നിൽക്കുന്ന ജ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി വെച്ചോളി കേട്ടോ. പിന്നെ ഇത് കൂവപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കുടിച്ചാലും ഒരു കുഴപ്പമില്ല. മധുരമൊക്കെ ഒന്ന് കുറച്ച് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് ഹെൽത്തിയാണ്, എന്നാൽ അത് ഒരുപാട് ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, ഞാൻ നല്ല ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചേർക്കണില്ല, ഫോട്ടോ എടുക്കാൻ സമയത്തൊക്കെ നമുക്ക് എന്താണ് കുറച്ചൊരു കളറൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു 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 ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയില്ല, കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കാത്തത്. കാരണം ഒരിക്കലും നല്ലതല്ല നമുക്ക് ഈ ഒരു ഫുഡ് കളർ ചേർക്കണത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ നമ്മൾ മക്കളായാലും വലിയവരായാലും ആരായാലും ഈ ഒരു പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരു ചുള ഈത്തപ്പഴമാണ് കഴിക്കേണ്ടത്. കാരണം ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഇതൊക്കെ നമ്മളെ കാല് വയറ്റിലേക്ക് ചെല്ലേണ്ടത്. എന്ന സ്ഥിതിക്ക് നമ്മൾ കുറേ ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് കുടിക്കാന്ന് വെച്ചാൽ അത് വലിയൊരു കേടാണ് നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫുഡ് കളർ ചേർക്കാത്തത്. ഇനിയിപ്പോൾ ഞാൻ ഇത് ചേർത്താൽ തന്നെ കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കുട്ടികൾക്ക് ആർക്കും കൊടുക്കൂല. ഞാൻ ചേർത്തതല്ലേ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുടിക്കും. ഫോട്ടത്തിന് മാത്രം കുറച്ച് ചേർക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു പിസ്ത കളർ തന്നെയാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉള്ളത് കേട്ടോ. ആ ഒരു പച്ചമുന്തിരിയും അതുപോലെ തന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ചേർത്ത ആ ഒരു ഇതുണ്ടല്ലോ പുതിനയില, അതൊക്കെ നല്ല കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പിസ്ത കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്ത് എന്താ വെച്ചാൽ, നിങ്ങൾ കണ്ടല്ലോ ഒഴിച്ചത്, അത് കുറച്ച് സബ്ജ സീഡ്സ്, അതായത് നമ്മുടെ കറുത്ത കസ്കസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ കുറച്ച് മെയിനായിട്ട് നമുക്ക് വേണ്ടതാണ് ഈ ഒരു ഐസ് ക്യൂബ്സ്. അതും കൂടി ഇതിലേക്കാണ്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി നോക്കിയാൽ എന്തോ ഒരു ഭംഗിയെന്നറിയാം കാണാൻ. എന്നാൽ ഇത് കുടിക്കാൻ അതിലേറെ രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ജ സീഡ്സ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് കുടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കടിയൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് സബ്ജ സീഡ്സ് ഈ ഒരു നോമ്പിന് ചൂടത്ത് വെറുതെ നിങ്ങളൊരു ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് നിങ്ങൾ കുടിക്കിട്ടോ. ഈ സബ്ജ സീഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഡ്രിങ്കിലൊക്കെ ഇടാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇത് ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വിത്തും കൂടെയാണ്. നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ചിട്ട് ഇനിയിപ്പോൾ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനും കൂടെയാണ് കേട്ടോ ഈ ഒരു സബ്ജ സീഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ കഴിക്കാൻ മടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രിങ്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ കുറച്ച് മുകളിൽ ഇങ്ങനെ കട്ടകട്ടായിട്ട് നിൽക്കുന്നത് നല്ല നെയ്യുള്ള പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നല്ലോണം ഐസ് ക്യൂബ്സ് അങ്ങോട്ട് തണുപ്പൊക്കെ തട്ടിയപ്പോൾ ആ ഒരു നെയ്യ് അങ്ങോട്ട് പൊന്തി നിൽക്കുന്നത്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇതുപോലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളും ഡ്രിങ്കുകളൊക്കെയാണ് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ടത്. ഇനി എനിക്ക് ഒരു ഇടക്കിടക്കായിട്ട് വരുന്ന ഒരു കമൻറ്റാണ്. കമൻറ്റ് 1, 2 ഒന്നല്ല, കുറച്ചൊക്കെ കമൻറ്റ് വരാറുണ്ട്. അതിനുള്ളൊരു റിപ്ലൈയും കൂടെ ഞാനിവിടെ പറഞ്ഞു തരാം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് ആ കമൻറ്റിലൂടെ ചോദിക്കുന്നത്. ഞാനിതുപോലുള്ള ഡ്രിങ്കുകളൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഞാൻ സബ്ജ സീഡ്സോ ചിയാ സീഡ്സോ ഒക്കെ അതിൽ ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ ചോദിക്കേണ്ടി ഈ സബ്ജ സീഡ്സും ചിയാ സീഡ്സും എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിന് എന്താണ് മാറ്റമുള്ളത്, അത് രണ്ടും ഒരുപോലെ ആണല്ലോ കണ്ടാൽ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ സബ്ജ സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കറുത്ത എള്ളുണ്ടല്ലോ, എള്ളിനേക്കാളും ചെറിയ ഒരു വിത്താണ്. പിന്നെ അത് നമ്മൾ വെള്ളത്തിട്ട് കുതിർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു ജെല്ലി രൂപത്തിലാവും. അത് ഇളക്കാനൊന്നും നിൽക്കണ്ട. പക്ഷെ നമ്മൾ സബ്ജ സീഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ല ചിയാ സീഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ്
വൈറ്റ്, ഇടയ്ക്കൊരു വൈറ്റ് പോലെയും ഒരു ബ്ലാക്ക് പോലും അങ്ങനെ ഒരു കളറിലാണ് കേട്ടോ നിൽക്കുന്നത് ആ ഒരു വിത്ത്. അതും ഇതേ വലുപ്പമൊക്കെ തന്നെയാണ്, കുഞ്ഞു വിത്തുകളാണ്. പക്ഷെ അത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലാതെ എല്ലാം ഉണ്ട കൂടിയിട്ട് ആവും ചെയ്യും, ജെല്ല് രൂപത്തിലാവും ചെയ്യും. പിന്നെ നമ്മൾ ചിയാ സീഡ്സ് സബ്ജാ സീഡ്സിനെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ജെല്ലി രൂപത്തിലാവില്ല. അത് ഇട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ജെല്ലി രൂപത്തിലാവുള്ളൂ. അതൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് സബ്ജാ സീഡ്സ് ചിയാ സീഡ്സ് എന്നൊക്കെ ചോദിച്ചാൽ തന്നെ അവർ തരും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള, ഒരുപാട് വൈദ്യന്മാർ ഒരുപാട് മരുന്നിലൊക്കെ കൂട്ടുന്ന ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഈ ഒരു സബ്ജാ സീഡ്സും ചിയാ സീഡ്സും. ഇത് കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടെങ്കിലും നമ്മളിത് കഴിക്കും. 1 ടേബിൾ സ്പൂണ് കൂടിപ്പോയാൽ 2 ടേബിൾ സ്പൂൺ ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാൻ പാടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ മൊത്തം മെമ്പേഴ്സിനൊക്കെ ആകുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് ഇതുപോലെ ഡ്രിങ്കിലിട്ടാൽ ഒരുപാടൊന്നും ആവില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഈ ഒരു നോമ്പിന് ഇതുപോലുള്ള വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ട് കടയിൽ പോയിട്ട് വാങ്ങിയിട്ട്, ഏത് കടയിൽ നിന്നും കിട്ടും കേട്ടോ, ഈ 2 വിത്തുകളും നമ്മൾ മസാല കടയിൽ നിന്നും കിട്ടും. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ വൈദ്യന്മാരെ പീടിയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, വൈദ്യന്മാരെ പീടിയിൽ നിന്ന് ചിയാ സീഡ്സ് കിട്ടും, പക്ഷേ സബ്ജാ സീഡ്സ് കിട്ടൂല കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇതുപോലുള്ള ഡ്രിങ്കുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.